അങ്ങനെ നമ്മൾ ഷൊർണൂരിന് നിസാമുദ്ദീക്കുള്ള ട്രെയിൻ കയറി കേട്ടോ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ് കയറിയത്. കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. 2 ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്നതാണ് കേട്ടോ. പിള്ളേരാണെങ്കിൽ ഒതുങ്ങിയിരിക്കില്ല. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ ട്രെയിനിൽ 2 ദിവസം ഇരിക്കാൻ. നമ്മൾ തനിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഈ പിള്ളേരെ വെച്ചിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും ഫ്ലൈറ്റിന് പോയിക്കൂടെയെന്ന്. ഫ്ലൈറ്റിന് പോകാൻ 4 പേർക്ക് എത്ര രൂപ വേണം, അതിന് ഭേദം കഷ്ടപ്പെട്ട് 2 ദിവസം ട്രെയിനിലിരുന്ന് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ കൊണ്ടുവന്ന ലെമൺ റൈസൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കിന് പിന്നെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴേക്കിനും കുറേ പിള്ളേർ വരുന്നു കേട്ടോ. കണ്ണൂരിൽ നിന്നാണ് കയറിയത്. എവിടെയോ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ് കേട്ടോ. ഒരു 50 പേരൊക്കെ ഉണ്ടാവും. പിന്നെ സാറും ഉണ്ടായിരുന്നു, ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ടൂറ് പോവാണ് കേട്ടോ. മണാലിക്കാണ് കേട്ടോ ട്രിപ്പ് പോണത്. അപ്പോൾ പിള്ളേർ അവിടുന്ന് കൊണ്ടുവന്ന എന്താ കണ്ണൂരത്തെ സ്പെഷ്യൽ എനിക്ക് തോന്നുന്നത് കല്ലുമ്മക്കായ തോന്നുന്നു കേട്ടോ. അതൊക്കെ തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓറഞ്ചോ മുന്തിരി അങ്ങനെ കുറേ സാധനങ്ങൾ തന്നു കേട്ടോ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് അവിടുത്തെ ഒരു സാറിനെയാണ് കേട്ടോ, അവരുടെ ഒപ്പം വന്നത്. ആ സാറാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു. ആ സാറ് ഞങ്ങളെപ്പോലെ ട്വിൻസാണ്, പക്ഷേ ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. അനിയനെയും കണ്ടു കഴിഞ്ഞാൽ 3 പേരും മുരട്ടകളാണ് തോന്നുന്നു കേട്ടോ, ഞങ്ങളെപ്പോലെ തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ട് ഇത് 2-3 പെൺകുട്ടികൾ ഇതിനെ പാസ് ചെയ്ത് പോയി ട്രെയിനിൽ കേട്ടോ. അവരാണ് ഈ കുട്ടീനെ ചേച്ചി യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ചേച്ചിയല്ലേ ചോദിച്ചു കേട്ടോ. അതേ പറഞ്ഞ ഒരു സെൽഫി എടുത്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് വന്നു കേട്ടോ. അവർ പിള്ളേർ എന്നിട്ട് കുറേ നേരം സംസാരിച്ചു. ഈ പ്രാവശ്യം ട്രെയിനിൽ ഭയങ്കര നരകമായിരുന്നു പറയില്ലേ, അതേപോലെ കുറേ അനുഭവിച്ചു കേട്ടോ. ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ക്വാർട്ടേഴ്സിലെത്തിയത്. കാരണം എന്താണെന്നറിയും, നമ്മൾ വന്ന മംഗള എക്സ്പ്രസ് 2:30-ക്കാണ് എത്തേണ്ടത്. 30-ാം തീയതി 2:30-ക്ക് എത്തേണ്ട ട്രെയിൻ 5 മണിക്ക് 5:30-ക്കാണ് എത്തിയത്. നമുക്ക് നിസാമുദ്ദീന് ന്യൂഡൽഹിയിൽ നിന്ന് 4 മണിക്കാണ് നമുക്ക് പട്യാലയ്ക്ക് ട്രെയിൻ, അത് കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ ഒരു 5:15-ൻ്റെ ട്രെയിൻ ബുക്ക് ചെയ്തു, അതും കിട്ടിയില്ല. നമ്മൾ 5:30-ക്കാണ് എത്തിയത്. അതുകൊണ്ട് 2 ട്രെയിനും കിട്ടിയില്ല. എന്നിട്ട് നിസാമുദ്ദീനിൽ ഒരു 6 മണി തൊട്ട് 10 മണി വരെ അവിടെ ഇരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ വൈകി, ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പും, ഒടുക്കത്ത തണുപ്പും. അങ്ങനെ നമ്മൾ നിസാമുദ്ദീന് 10 മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ രാജ്പുരയ്ക്ക്. അങ്ങനെ 2 ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേഗം ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടാണ് രാജ്പുര എത്തിയത് കേട്ടോ. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ, പ്ലാറ്റ്ഫോം മാറിയിട്ട് 1-ൽ പോകേണ്ടതിന് വരെ 2-ൽ പോയിരുന്നു. എന്നിട്ട് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ പോയി ട്രെയിൻ കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ രാജ്പുരം എത്തി രാവിലെ 6 മണിക്ക് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ക്വാർട്ടേഴ്സിലെത്തിയത്. കഷ്ടപ്പാടിൻ്റെ 2-3 ദിവസമായിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട. പക്ഷേ